ഹായ് കൂട്ടുകാരെ, ഞങ്ങളിതാ വ്യാപാര വ്യവസായിലെ വനിതകളുടെ എല്ലാം കൂടി ഒരു 2 ദിവസത്തെ ടൂറായിരുന്നു. അതിൽ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ബേപ്പൂരാണ്. അപ്പം ബസ് ഈ ഭാഗത്തേക്ക് വരാനും കുറച്ച് ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വരില്ല. അപ്പം അപ്പുറത്ത് വേറെ മെയിൻ റോഡിൽ നിർത്തിയിട്ട് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ വ്യാപാരി വ്യവസായിയിൽ ഞങ്ങളെ തിരുവമ്പാടിയിലെ പ്രസിഡൻറ്റ് ഇവിടുത്തെ വ്യാപാരിയിലെ ഒരാളെ ഏൽപ്പിച്ചതാണ് ഞങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ആ ആളാണ് ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾക്കിവിടെ ചായ കുടിച്ചിട്ട് നമുക്ക് ബോട്ട് കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ അതിനുവേണ്ടി ചായക്കടയുടെ അടുത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആ ബോട്ടുകളൊക്കെ ഇതിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ട് കുറച്ച് വൈകുന്നേരം ആയതുകൊണ്ട് ഇങ്ങനെ നല്ല വെയിലൊന്നും ഒക്കെ കുറഞ്ഞുകൊണ്ട് നമുക്ക് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതാ ഇവിടെ നിന്നാണ് കടൽക്കര ഈ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും ചായ വേണ്ട ഒരു ചായ ഓരോ കടികളൊക്കെ കഴിച്ചങ്ങനെ ഇതാ ഉണ്ട് ഒരു വലിയ ബോട്ടും പുറകെ 2-3 കുഞ്ഞി തോണിയാണോ ചെറിയ ബോട്ടാണ് തോന്നുന്നത്, അതിനെയും കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. കണ്ടിട്ട് മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങളെ ബോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 1.5 മണിക്കൂർ ബോട്ട് യാത്ര ഉണ്ട് ഇതിലെ. ഞങ്ങൾ ഇന്നലെ അകലാപ്പുഴ ബോട്ടിലൊക്കെ പോയതാണ്. മക്കൾ കണ്ടവിടെ ബോളൊക്കെ കളിക്കുന്നത്. അപ്പം ഇന്ന് വീണ്ടും ഞങ്ങൾക്ക് ഒരു ബോട്ട് ഇന്ന് വ്യാപാരി അവിടുന്ന് പ്രസിഡൻറ്റ് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കിവിടെ സൗകര്യം ചെയ്തു തന്നാണ്. അങ്ങനെ ഇന്നത്തെ ബോട്ട് യാത്ര നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇതുപോലെ അങ്ങനെ ചെറിയൊരു പാലൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് നമ്മൾ നടന്നു പോവുകയാണ് ബോട്ടിൻ്റെ അടുത്തേക്ക്. എല്ലാ സൈഡിലും അപ്പുറത്തൊക്കെ ഉള്ള എങ്ങനെ കുറച്ച് ഇതുപോലത്തെ ഒരു പാലം കെട്ടി കുറച്ച് അപ്പുറത്തുനിന്നാണ് ബോട്ട്. അത്രയും ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് കയറാനുള്ള ബോട്ടൊക്കെ റെഡിയായി. അപ്പം ഞങ്ങൾ ഒരു ബോട്ട് കയറിയാണ്, എന്നാലും വീണ്ടും ബേപ്പൂരൊക്കെ ഒന്ന് കാണാമല്ലോ കാണാത്തവർക്ക്. അതാ ഞാൻ ഒരു 2 മാസം മുന്നേ ഒന്നും ഇവിടെ വന്നാട്ടോ. എന്നാലും എല്ലാവരും കൂടി കൂട്ടുകാരൊക്കെ വരുമ്പോൾ രസമല്ലേ. ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഇതിൻ്റെ ബാക്ക് വശത്താണ് നമുക്ക് അങ്ങോട്ട് കയറാനുള്ള ഇങ്ങനെ കോണി സ്റ്റെപ്പൊക്കെ ഉള്ളത്. ഈ സൈഡിൽ കൂടെ മെല്ലെ എല്ലാവരും പോവാണ്. ഈ ബോട്ടിന് ഇതിൽ മേലെയുള്ള അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട്, അത് താഴെ തന്നെയുള്ള ഒരൊറ്റ നിലയാണ്. കണ്ടോ, സൂര്യൻ അസ്തമിക്കാനൊക്കെ ഉള്ള സമയമായി. അതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല, ചൂടുമില്ല. മറ്റേ നമ്മൾ കുറച്ചുകൂടി നേരത്തെയൊക്കെ ആണെങ്കിൽ നല്ല വെയിലും ആകെ ക്ഷീണമായി പോയിരുന്നു. അങ്ങനെ ഇത് ഓടിക്കാനുള്ളവരൊക്കെയാണ് അപ്പുറം നിൽക്കുന്നത്, ഇതിൻ്റെ ബോട്ടിൻ്റെ ആൾക്കാർ. അങ്ങനെ 2 സൈഡിലും സീറ്റുകളൊക്കെ ഉണ്ട്. ഓരോരുത്തരും ഓരോ കസാരയിലൊക്കെ ആദ്യം തന്നെ സ്ഥാനമൊക്കെ പിടിച്ച് കുറച്ച് നേരം ആയില്ല അവിടുന്ന് അതിലേക്ക് നടന്നങ്ങനെ പോരുകയാണല്ലോ. അപ്പം അങ്ങനെ ബോട്ട് യാത്ര ആരംഭിക്കുകയാണ്. സൈഡിൽ കൂടെ സ്പീഡ് ബോട്ടൊക്കെ പറന്നാണ് പോകുന്നത്. പിന്നെ അത് കണ്ടോ, അത് ജങ്കാറാട്ടോ. ജങ്കാറിൽ ആളുകളെയൊക്കെ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് കൊണ്ടുവന്ന് അക്കരയിൽ നിന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എളുപ്പത്തിൽ മറ്റ് റോഡ് ചുറ്റി വരുമ്പോൾ ഒരുപാട് ദൂരം ഉണ്ടല്ലോ. ഇതാകുമ്പോൾ ആ വണ്ടിയിലാണ് ജങ്കാറിലാണ് വണ്ടികളും ആളുകളും ഒക്കെ അക്കരയ്ക്കും ഇക്കരയ്ക്കും പോകുന്നത്. ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അക്കരയ്ക്കൊന്നും പോയിട്ടില്ല. നമുക്ക് അപ്പുറ വശത്തും ഒക്കെ ഇങ്ങനെ കാണണമെങ്കിൽ കുറച്ച് ഒരുപാട് സമയം വേണം. ഞങ്ങൾക്ക് അധികം ടൈമൊന്നുമില്ല. നല്ലൊരു അടിപൊളി കളർഫുള്ളൊരു ബോട്ട് കണ്ടോ, നല്ല അടിപൊളി. പിന്നെ ആ കാണുന്ന മരത്തിൽ നിറച്ചും
കൊക്കുകളുണ്ട് കേട്ടോ. സാധാ കൊക്കല്ല, കുറച്ച് എവിടുന്നോ വന്ന് അങ്ങനത്തെ സൈസ് കൊക്ക. മനസ്സിലാവുണ്ടോ? കുറച്ച് വിട്ടിട്ടാണ് ആ മരം ഉള്ളത്. അപ്പം ആ വെള്ള കാണുന്നതെല്ലാം കൊക്കാട്ടോ. നമ്മളെ സാധാ കൊക്കല്ല, കുറച്ച് വ്യത്യാസമുണ്ട് ഇതിന്. അപ്പം ഏതോ രാജ്യത്തുനിന്നോ എവിടുന്നോ എന്തായാലും വന്ന് കൊക്കുകളാണ്. അടുപ്പിച്ച് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് അത് പറക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവരും രാത്രി ആവാനായല്ലോ, എല്ലാം അവിടെ ഇങ്ങനെ. പിന്നെ ആ ബോട്ടുകളൊക്കെ മീൻ പിടിക്കാൻ പോയവരും പോയി തിരിച്ചു വന്നവരും അങ്ങനെ ഈ സ്ഥലത്തൊക്കെ മൊത്തം ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ചെറിയ തോണിയിലായിട്ടും മീൻ പിടിച്ചവരും പിടിക്കാൻ തിരിച്ചു വന്നവരും എല്ലാം. എങ്ങോട്ട് നോക്കിയാലും ഈ ബോട്ടുകൾ തന്നെ ഉള്ളൂ ഇവിടെ. ബേപ്പൂർ അറിയാലോ. അതാ അങ്ങോട്ട് നോക്കിക്ക്, എന്ത് ഭംഗിയാണ് കാണാൻ. നല്ല ഇതിപ്പോൾ ഒരു നല്ല SLR ക്യാമറ പോലത്തെ ഐഫോണൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാണായിരുന്നു. അടുത്ത് തന്നെ ഒന്ന് ഞാനും വാങ്ങുന്നുണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല ക്യാമറയൊക്കെ ഉള്ള ഫോണ്. അപ്പം കുറച്ചുകൂടി നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരും. ഇപ്പം ഇതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ എല്ലാവരും ഇതാ ഡാൻസും പാട്ടൊക്കെ തുടങ്ങി. ഞങ്ങൾക്ക് പിന്നെ എവിടെ പോയാലും ഡാൻസും റീൽസ് എടുക്കലും ഇതൊക്കെ തന്നെയാണ് പരിപാടി. ആർക്കും അങ്ങനെ മടിയൊന്നുമില്ല, ചെറിയൊരു വലിയൊരുന്നൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ. പിന്നെ ഇതിൽ ചെറിയ മക്കളൊന്നുമില്ല, എല്ലാവരും അമ്മമാരും ഓരോരോ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അമ്മമ്മമാരുണ്ട് ഇതിൽ, അച്ചമ്മമാരുണ്ട്. എല്ലാവരും ഒരേ പ്രായത്തിലേക്കാണ് അന്നേരം പോകുന്നത്. എല്ലാവരും അന്നേരം ചെറിയ മക്കളാവുകയാണ്. ഇവിടെ ഇതാ ഈ ഭാഗത്തൊക്കെ നിറച്ചും ബോട്ടുകളാട്ടോ. ഇതൊക്കെ ഫുള്ള് അങ്ങോട്ടങ്ങോട്ട് ഇതാ വലിയ വലിയ ബോട്ടുകളും. ഇതെല്ലാം ഒന്നും സാധാ ബോട്ടൊന്നുമല്ല. എന്താണെന്നുള്ളത് കണ്ടില്ലേ? നല്ല ഇതൊക്കെ കാണണേ നമ്മൾ കുറച്ച് പകൽ തന്നെ വരണം കേട്ടോ. രാത്രി വരുമ്പം പാട്ടും ലൈറ്റൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് പറ്റും. പക്ഷേ പുറത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ വന്ന് ഇതുപോലെ ബോട്ടിലൊക്കെ കയറിയാലേ നമുക്ക് എല്ലാം കാണാൻ പറ്റുള്ളൂ. ഉണ്ടോ? ദൂരോട്ട് വീണ്ടും ജങ്കാറ് വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക്. ആദ്യം മറ്റേ സൈഡിലല്ലായിരുന്നു കണ്ടത്. ഇത് അപ്പുറത്തെ ഭാഗത്ത് ഇപ്പുറം, ഇപ്പുറത്തെ ഭാഗത്ത് അപ്പുറം. അത് തന്നെ. അത് അവിടെ നിന്നൊക്കെ ബോട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഡാൻസ് പഠിപ്പിക്കുന്ന ആൾക്കാരട്ടോ ഇവരൊക്കെ. ഞങ്ങളുടെ റീൽസും ഡാൻസൊക്കെ ഇവരാണ്. ഇവരില്ലെങ്കിൽ ഇതൊന്നുമില്ല. പിന്നെ അങ്ങനെ ആ സൈഡ് കണ്ടില്ലേ, അത് തന്നെ നമുക്ക് കടലിൻ്റെ നടുവിലേക്ക് ഒരുപാട് ദൂരം അങ്ങനെ പോകാം കേട്ടോ. അതിൻ്റെ അപ്പുറം ഇപ്പുറം കടലായിരിക്കും. കുറച്ചധികം ദൂരം പോകാം നടുവരെ. അങ്ങനെ നമുക്ക് നടന്നു പോകാനേ പറ്റുള്ളൂ. രാത്രിയാകുമ്പോൾ കുറച്ചുകൂടി നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ അപ്പുറം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടും അത് അവിടെ കയറണം എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത് എന്തായാലും. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളെ ബോട്ട് ഓടിക്കുന്ന ആളുള്ളത്. അങ്ങനെ ബോട്ട് ഇവിടെ തിരിച്ച് ഞങ്ങളെ ഇറക്കാൻ വേണ്ടി അങ്ങോട്ട് അടുപ്പിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും വീണ്ടും തിരിച്ച് ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോവാണ്. അപ്പോൾ അവിടെ മക്കൾ നേരത്തെ ബോളൊക്കെ കളിക്കുന്നില്ലല്ലോ. മക്കളെ ബോൾ വെള്ളത്തിൽ പോയി. എങ്ങനെയോ അടിച്ചപ്പോൾ പോയതാണ്. എന്തായാലും മക്കൾ ആകെ ചെറിയ സങ്കടത്തിലൊക്കെയാണ്. ഇനിയിപ്പോൾ ആ ബോൾ എങ്ങനെ, ഇവർക്കിതൊന്നും വലിയ വിഷയമുള്ള കാര്യമായിരിക്കില്ല. ഇതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പോകുന്നു, എങ്ങനെയെങ്കിലുമൊക്കെ ഇവർ എന്തായാലും എടുക്കും. ഇത്ര വെള്ളമൊന്നും പേടിയുള്ള ആൾക്കാരല്ലല്ലോ. എന്നാലും കാണുന്ന നമുക്കൊക്കെ ബേജാറാവും. ഉണ്ടോ?
എന്തായാലും മക്കൾ എടുക്കും, എന്തെങ്കിലും മാർഗ്ഗമൊക്കെ ഉണ്ടാവും. ഇവർക്ക് ഇതൊക്കെ തന്നെയാണല്ലോ സ്ഥിരം പണി. നോക്കുന്നുണ്ട് ഓരോരോ കല്ലെറിഞ്ഞും അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും അതിനെ ഇങ്ങോട്ടേക്ക് ആക്കിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താ അവിടെ കണ്ടില്ലൊരു കമാനം, അങ്ങോട്ടാട്ടോ പോണേ. ഇവിടെയായിരുന്നു നമ്മളെ ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നടന്നത് കേട്ടോ. ആകെ 2 ദിവസം എങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അന്നൊന്നും നല്ല തിരക്കൊക്കെ, നമുക്ക് ഈ ഭാഗത്തേക്ക് എടുക്കാൻ പറ്റില്ല. കാണാനുള്ളവരൊക്കെ കുറച്ച് എല്ലാ വർഷവും നടക്കുന്നതാണ്. കുറച്ചുകൂടി ഒക്കെ നേരത്തെ നമുക്ക് വന്നാൽ ആ ഫെസ്റ്റിനൊക്കെ, ഈ സമയമല്ല, അത് കഴിഞ്ഞു പോയി. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ പോകാൻ വേണ്ടി ഞങ്ങളെല്ലാവർക്കും ഒന്നും അവിടെ താല്പര്യമില്ല. എനിക്ക് ഇഷ്ടമായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറാൻ. ഞാൻ, ടീന, ബിന്ദു, അങ്ങനെ ഞങ്ങൾ 3-4 പേര് അതിൽ കയറാൻ വേണ്ടി അതിൻ്റെ അടുത്തേക്ക് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ മക്കൾ ഇതാണ്ടോ സ്കേറ്റിംഗ് ഉണ്ട് കേട്ടോ, മക്കൾ പഠിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അതായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഒരു ബോട്ടും അതിൻ്റെ പുറകെ 2-3 കുഞ്ഞുങ്ങളെന്ന്. ഇത് 2 അങ്ങനെ ഞങ്ങളിതാ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ ഞങ്ങൾ അപ്പുറേന്ന് പോലീസുകാർ പറഞ്ഞ് 7 മണി വരെയൊക്കെ ഉണ്ട് എന്നാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ വിസിലടി തുടങ്ങി. പക്ഷേ ഞങ്ങളാകെ ലേശം നിരാശരായി. ഇന്നത്തെ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞു. 6 മണി വരെ ഉള്ളൂ, 6-6:30 ആകുമ്പോഴത്തെ എല്ലാവരും തിരിച്ചിറക്കും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആകെ എന്തായാലും എന്തെങ്കിലും ഒന്ന് വന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൊക്കെ കയറും. കണ്ടില്ലേ, പിന്നെ തിരയൊക്കെ കൂടി വരികയാണ്. അപ്പോൾ അവർ ടൈം ഇന്നത്തെ നിർത്തിയെന്ന് പറഞ്ഞു. സാരമില്ല, നമുക്ക് ഇനിയും ഇതിവിടെ ഉണ്ടാവുമല്ലോ, എന്നെങ്കിലും വന്നിട്ട് ഇതിൽ കയറണം. അപ്പോൾ 6 മണി കഴിയുമ്പം അവിടെയൊക്കെ അപ്പുറമൊക്കെ ആളായിരിക്കുമല്ലോ, ആ ആൾക്കാരെയൊക്കെ അവർ തിരിച്ച് ഇങ്ങോട്ട് ഇറക്കുക. അപ്പുറേന്ന് വിസിലിങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇന്നത്തെ ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഇതുണ്ടല്ലോ പട്ടം, ഇങ്ങനെ ഇഷ്ടം പോലെ പട്ടം കൊണ്ടുള്ള കളിയാട്ടോ ഇവിടെ ഫുള്ള്. ഇരുട്ടായതുകൊണ്ട് അങ്ങനെ മനസ്സിലാവുന്നുണ്ടാവില്ല. കണ്ടില്ലേ, നിറച്ചും ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു അടുത്ത കാഴ്ചകളൊക്കെ കൊണ്ട് വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ, ബൈ.